ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു മെറ്റാലിക് ഹെയർ ബാൻഡ് എടുക്കുക, റിബൺ വേണം, പിന്നെ ഗിയർ വയർ വേണം, പേൾസ് വേണം. പിന്നെ ഇത് ഞാൻ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു റെഡ് ഗ്രോസ് ഗ്രെയിൻ റിബൺ യൂസ് ചെയ്തിട്ട് ഈ ഹെയർ ബാൻഡ് ഫസ്റ്റ് ഫുൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ യൂഷ്വലി വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ്, മൊബൈൽ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അവന് പുതിയത് മേടിക്കണം. അപ്പം ഞാനിപ്പോൾ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. സെല്ലോ ടേപ്പിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം അതാണ് വീഡിയോയ്ക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. മുന്നേ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. ഇത് ഇച്ചിരി കൂടെ അടുത്താണ് ഞാൻ കാണിച്ചേക്കുന്നത്. മീൻസ് കുറച്ച് സൂമായി കാണുമെന്ന് തോന്നുന്നു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഹെഡ് ബാൻഡ് ഫുൾ റിബൺ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഗ്രോസ് ഗ്രീൻ റിബണാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് ഉള്ളതുകൊണ്ട് റെഡ് എടുത്തു. അടുത്തത് നമ്മൾ മെറ്റാലിക് വയർ ഉണ്ടല്ലോ, ഗിയർ വയറിൽ നമ്മൾ പേൾസ്, സാധാ പോലെ പേൾസ് ആഡ് ചെയ്ത്, ഇന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പേൾസ് നമ്മൾ ചുറ്റി കൊടുക്കത്തില്ലേ, അതേപോലെ നമ്മൾ ഗിയർ വയറിൽ പേൾസ് ഇട്ടിട്ട് ചുറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേൾ ഇടുമ്പോഴത്തേക്കും ആ രണ്ട് പേളില്ലേ, ആദ്യത്തെ പേളും ഇപ്പോൾ ഇട്ട പേളും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം കേട്ടോ. അപ്പം നമ്മളുടെ കൈ ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ, ഇത്രയും ഗ്യാപ്പ്, ഇത്ര ഗ്യാപ്പ് മതി. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ അത് ഓൾറെഡി ഗ്യാപ്പ് വന്നോളും. അതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത ഡിസൈനായിട്ട് ലാസ്റ്റ് പേൾസ് ഫുള്ള് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ അടുത്ത ഡിസൈൻ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് വിട്ടേക്കുന്നത്. അങ്ങനെ വേണം എല്ലാം ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ കവർ ചെയ്തേക്കുന്ന റിബണൊക്കെ ഇച്ചിരി മടങ്ങിയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പം ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യല്ലോ കേട്ടോ ആരും. നമ്മൾ ലാസ്റ്റ് ഇത് നല്ല മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഇതിൻ്റെ ഇടയിൽ നമ്മൾ റിബണൊക്കെ ചുറ്റി കൊടുത്ത് നല്ല ഡിസൈനാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നല്ല ഫിനിഷിങ് കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇത് സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഈ ബാൻഡ് ഫുള്ളും പേൾസ് ഇതേപോലെ ഗ്യാപ്പ് വിട്ട് ചുറ്റി കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അയ്യോ, നമുക്കൊരു സ്മോൾ ഫ്ലൈ ഗസ്റ്റായിട്ടുണ്ടല്ലോ, അവനും ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ എപ്പോഴാണത് കാണുന്നത്. സെയിം പോലെ തന്നെ മറ്റേ സൈഡും കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
അപ്പോൾ നമുക്ക് ഈ റിബൺ വെച്ചിട്ട് ഓരോ പേൾസിൻ്റെ ഇടയ്ക്കും ഈ റിബൺ ഇങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ പേൾസിൽ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതേപോലെ തന്നെ ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇങ്ങനെ ഇതേപോലെ സിമ്പിളായിട്ട് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പേൾ ഹെയർ ബോ? സിമ്പിൾ അല്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.